friends, welcome to my YouTube channel, The Professional Social Worker. This is schizophrenia second part video. We first part first part second part. First part we schizophrenia major characteristics explain. In this video we symptoms cover. So firstly, positive symptoms and negative symptoms. Positive symptoms under delusions and hallucinations. Then there are negative symptoms and cognitive symptoms. So delusions we video start ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കേ. സോ while coming into delusions എന്ന് പറഞ്ഞാൽ false unshakable ആയിട്ടുള്ള ഒരു ബിലീഫ് ആണ്. നമുക്ക് ഒട്ടും ഷേക്ക് ചെയ്ത് മാറ്റാൻ പറ്റാത്ത unshakable ആയിട്ടുള്ള false belief without any contrary evidences. So delusions എന്ന് പറഞ്ഞാൽ false unshakable ആയിട്ടുള്ള ഒരു ബിലീഫ് ആണ്. റെസിസ്റ്റൻസ് ടു കോൺട്രറി എവിഡൻസസിനൊക്കെ കോൺട്രറി ആയിട്ടുള്ള എവിഡൻസസിനൊക്കെ വളരെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന അൺഷേക്കബിൾ ആയിട്ടുള്ള ഒരു ഫോൾസ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു ബിലീഫിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡെലൂഷൻസ് എന്ന് വിളിക്കുന്നത്. സോ അതിൽ മൂന്ന് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് ആണ് പെർസിക്യൂട്ടറി ഡെലൂഷൻസ്. പെർസിക്യൂട്ടറി ഡെലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. someone is trying to harm me, എന്നെ ഹാം ചെയ്യാൻ, എന്നെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ എന്നെ ഇല്ലാണ്ടാക്കാൻ ആരോ ശ്രമിക്കുന്നു എന്നുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു തോട്ട്. വിചാരിക്കുകയാണ് വീട്ടുകാർ കൊടുക്കുന്ന ഫുഡിൽ തീരെ വിശ്വാസമില്ല. കാരണം ഇപ്പോൾ ഒരു മോളുണ്ടെങ്കിൽ അവൾ എന്നെ കൊല്ലാൻ നോക്കുക, അല്ലെങ്കിൽ ഒരു നൈബേഴ്സ് ഇസ് ട്രൈങ് ടു ഹാം മീ, ലൈക്ക് അവർ എൻ്റെ ഫുഡിൽ പോയിസൺ കലർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നൊക്കെയുള്ള ഒരു അൺഷേക്കബിൾ ആയിട്ടുള്ള ഫോൾസ് ആയിട്ടുള്ള ബിലീഫ് ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇദ്ദേഹത്തിന്റെ ഉള്ളിലോട്ട് വന്നുകൊണ്ടിരിക്കും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പെർസിക്യൂട്ടറി ഡെലൂഷൻ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡെലൂഷൻ ആണ് ഗ്രാൻഡിയോസ്, ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോസ്. ഗ്രാൻഡിയോസ് എന്ന് പറഞ്ഞാൽ ഒരു ഓവർ എസ്റ്റിമേഷൻ ഓഫ് എബിലിറ്റി അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്. നമ്മൾ തന്നെ നമ്മളെ ഒരു ഓവർ എസ്റ്റിമേറ്റഡ് ആയിട്ട് കാണാം, ഒന്നൊരു എബിലിറ്റിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മറ്റുള്ളവർക്ക് എന്ന് നമ്മൾ തന്നെ കാണുന്ന ഒരു രീതി. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സൂപ്പർ പവർ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ വേൾഡിന്റെ ഒരു സീക്രട്ട് റൂളർ, ഐ എം ദ സീക്രട്ട് റൂളർ ഓഫ് ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുന്ന ആൾക്കാർ. അതാണ് എന്ത് ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോസ് എന്ന് പറഞ്ഞാൽ. ഇനിയുള്ളതാണ് ഇറോട്ടോമാനിക് ഡെലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ someone loves me secretly എന്നുള്ളൊരു തോട്ട്. ഇപ്പോൾ ആ ഒരു ഹീറോയിനെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ലൈക്ക് ഷീ ഓർ ഹി ലവ്സ് മീ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ അവർക്ക് എന്നെ എന്തോ ഇഷ്ടമാണ്, അവരെന്നെ സീക്രട്ട് ആയിട്ട് ലവ് ചെയ്യുന്നു എന്നുള്ളൊരു തോട്ട് പ്രോസസ്. അപ്പോൾ ഡെലൂഷൻ എന്ന് പറയുന്നത് ഫോൾസ് അൺഷേക്കബിൾ ബിലീഫ് ആണ്. 3 ടൈപ്പ് ഓഫ് ഡെലൂഷൻ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് ആണ് ഹാലൂസിനേഷൻ. അപ്പൊ തൊട്ട് മുന്നേ നമ്മൾ എന്താണ് ഡെലൂഷൻ എന്നും അതിന്റെ ടൈപ്സും പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു 2 ടേംസ് നമുക്ക് ചെറുതായി മാറി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ സെൻസറി പെർസെപ്ഷൻസ് ആണ്. നമുക്ക് സെൻസറി ഓർഗൻസ് വഴി നമുക്ക് ഫീൽ ചെയ്യുന്ന പെർസെപ്ഷൻസ് വിത്തൗട്ട് ആൻ എക്സ്റ്റേണൽ സ്റ്റിമുലസ്. ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഇല്ലാഞ്ഞിട്ട് പോലും നമുക്കൊരു സെൻസറി പെർസെപ്ഷൻ ഫീൽ ചെയ്യാണ്. എന്നെ ആരും കൊല്ലാൻ വരുന്നു എന്ന് എനിക്ക് ചെവിട്ടിൽ കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പല മൂവീസിലും നമ്മൾ വളരെയധികം കേട്ടിട്ടുണ്ടാവാം അല്ലെ. ഒരാളെന്നെ കൊല്ലാൻ വരുന്നു എന്ന് എന്റെ ചെവിട്ടിൽ ഇങ്ങനെ ആരോ വന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള ഫീലിങ്സ് നമ്മൾ സെൻസ് ഓർഗൻസ് വെച്ചിട്ടുള്ള ഒരു പെർസെപ്ഷൻസ്, ഈവൺ ദോ അവിടെ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഇല്ലാതെ. വെറസ് ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോൾസ് ആയിട്ടുള്ള അൺഷേക്കബിൾ ബിലീഫ് ആണ്. റെസിസ്റ്റന്റ് ടു കോൺട്രറി എവിഡൻസസിനോടൊക്കെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഡെലൂഷൻ. സോ ഡെലൂഷൻസിനും ഹാലൂസിനേഷനും ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഇനി ഹാലൂസിനേഷന്റെ ടൈപ്സ്, ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഹാലൂസിനേഷൻ ആണ് ഓഡിറ്ററി ഹാലൂസിനേഷൻ. ഓഡിറ്ററി ഹാലൂസിനേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഓഡിറ്ററി റിലേറ്റഡ് അല്ലെങ്കിൽ നമ്മുടെ കേൾവി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെൻസറി പെർസെപ്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഇല്ലാണ്ട് നമ്മുടെ ചെവിയിലൂടെ കേൾക്കുന്ന രീതിയിലുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ പല മലയാളം മൂവീസിൽ നമ്മൾ ഡെപിക്ട് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ബാക്കിയുള്ളവർ കേൾക്കാത്തൊരു സംഭവം ആ ഒരാൾ കേട്ടു. ഇപ്പൊ നമ്മൾ പറയില്ലേ, ചെവിട്ടിൽ ആരോ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മൂളിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചെവിട്ടിൽ ആരോ എന്നെ ഭയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ഓഡിറ്ററി വെച്ചിട്ടുള്ള ഒരു സെൻസറി പെർസെപ്ഷൻ, ഈവൺ ദോ ദെയർ ഇസ് നോ എക്സ്റ്റേണൽ സ്റ്റിമുലസ് റിലേറ്റഡ് ടു ഇറ്റ്. ഇനി നെക്സ്റ്റ് ആണ് വിഷ്വൽ ഹാലൂസിനേഷൻ. എന്ന് വെച്ചാൽ നമ്മൾ കാണാത്ത സംഭവങ്ങൾ കണ്ടു എന്ന് പറയുന്ന ഒരു രീതി. അവനെ കണ്ടില്ലേ, അവനോട് ഒന്ന് സംസാരിച്ചു, ചിലപ്പോൾ മരിച്ചുപോയ ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരു എമിനന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആയിരിക്കാം. ഇല്ലാത്തൊരു സംഭവത്തിന് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന, വിഷ്വൽ ആയിട്ട് തോന്നിപ്പിക്കുന്ന ഒരു ഹാലൂസിനേഷൻ ആണ് വിഷ്വൽ ഹാലൂസിനേഷൻ. നെക്സ്റ്റ് ടൈപ്പ്
ടൈപ്പാണ് ഓൾഫാക്ടറി ഹാലൂസിനേഷൻ. ഓൾഫാക്ടറി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്മെല്ലിംഗ് റിലേറ്റഡ് ആണ്. ഫോൾ സ്മെല്ല് വരിക. നമ്മൾ ഇത്രയും പേര് ഇരിക്കുന്നുണ്ട്, 10 പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ ബാക്കി 9 പേർക്കും ഫീൽ ചെയ്യാത്തൊരു ഫൗൾ സ്മെൽ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് ആണ് ടാക്ടൈൽ. ടാക്ടൈൽ എന്ന് പറയുമ്പോൾ ഒരു ഫീലിംഗ് സെൻസേഷൻ ആണ്. ഇപ്പോൾ ഇത് എൻ്റെ മേത്തേക്ക് അരിച്ചു കയറുന്നു, എനിക്ക് അരിച്ചു കയറുന്നത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ആ ഒരു സെൻസറി ഫീലിംഗ് ആണ് നമുക്ക് വരും. ഒരു ഫീലിംഗ്സ് ഓഫ് സെൻസേഷൻ ആണ്. നമ്മുടെ കയ്യിൽ പിടിക്കുന്നു, അല്ലെങ്കിൽ ഇഴഞ്ഞു കയറുന്നു, അല്ലെങ്കിൽ മുറുക്കി പിടിക്കുന്നു എന്നൊക്കെ ഒരു കൈൻഡ് ഓഫ് ഫീലിംഗ്. നെക്സ്റ്റ് ആണ് ഗസ്റ്റേറ്ററി. ഗസ്റ്റേറ്ററി എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ടു ടേസ്റ്റ് ആണ്. ആ ഒരു ടേസ്റ്റിംഗ് റിലേറ്റഡ് ഇല്ലാത്തൊരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സെൻസറി പെർസെപ്ഷൻ ഇല്ലാത്തൊരു പെർസെപ്ഷൻ അവർക്ക് ഫീൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഡെലൂഷൻസിന്റെ ആൻഡ് ഹാലൂസിനേഷൻസിന്റെ ടൈപ്പ്. അപ്പൊ നമ്മൾ ഡെലൂഷൻ പഠിച്ചു, എന്താണ് 3 ടൈപ്പ് ഓഫ് ഡെലൂഷൻസ് എന്ന് പഠിച്ചു. നെക്സ്റ്റ് ഹാലൂസിനേഷൻസ് പഠിച്ചു, അതിന്റെയും ടൈപ്സ് പഠിച്ചു. അപ്പോൾ നമ്മുടെ സിസോഫ്രീനിയ എന്താണെന്ന് നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തു. പാർട്ട് 2 മേജർ ആയിട്ടുള്ള സിംറ്റംസ്, അത് പോസിറ്റീവ് സിംറ്റംസ് ആയിട്ടുള്ള ഡെലൂഷൻസ് എന്താണ്, ഹാലൂസിനേഷൻസ് എന്താണ് എന്നാണ്. നെക്സ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് നെഗറ്റീവ് സിംറ്റംസ് എന്നും, അതേപോലെ തന്നെ കോഗ്നിറ്റീവ് ആയിട്ട് മേജർ ആയിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണ് എന്നും, അതിന്റെ കോഴ്സ് എങ്ങനെയാണ് ഒരു പ്രോസസ്സ് പിന്നീട് വരുന്നത് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും വളരെ ഫ്രീ ആയിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കുക. തീർച്ചയായും ഞാൻ അതിനെല്ലാം റിപ്ലൈ തരുന്നതാണ്. താങ്ക് യു സോ മച്ച്.